ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം സങ്കീർത്തനങ്ങൾ 14-ന്റെ 3-ാം വാക്യം വായിക്കട്ടെ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. മനുഷ്യൻ്റെ ദുഷ്ടതയെയും ഭോഷത്വത്തെയും കുറിച്ച് ദാവീദ് മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരു നന്മ പ്രവർത്തിക്കുന്ന ആരുമില്ല, എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ദൈവം നൽകുകയാണ്. എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ചാചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. മനുഷ്യൻ്റെ പാപത്താൽ, ആദാമ്യ പാപത്താൽ വഷളായിപ്പോകുന്ന മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ചെയ്യുന്ന പദ്ധതിയാണ് ഇവിടെ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു തന്നിരിക്കുന്നത്. ചട്ടങ്ങളിൽ നടക്കുവാൻ, വിധികൾ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഒരു പുതിയ ഹൃദയത്തെ ദൈവം അവർക്കായി വാഗ്ദത്തം ചെയ്യാണ്. ആ കല്ലായുള്ള ഹൃദയം, ദൈവത്തെ ആദരിക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യാത്ത കല്ലായുള്ള ഹൃദയം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് അവർക്ക് മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കാം. അങ്ങനെ അവർ ദൈവത്തിൻ്റെ ജനമായി, ദൈവം അവരുടെ പിതാവായിരിക്കുവാൻ മുഖാന്തരങ്ങൾ ഒരുക്കുന്ന ദൈവം. ഇത് പ്രവാചകനിലൂടെ പഴയ നിയമ ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്തുവെങ്കിൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന ദൈവസഭയ്ക്ക് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അത് ഉറപ്പിച്ചു തന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു പുതുജീവൻ്റെ അനുഭവം, ഒരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമയായിത്തീരുക, ഒരു പുതിയ സൃഷ്ടിയായിത്തീരുക എന്നുള്ള പദ്ധതി ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ദൈവം തന്നെയാണ് അതിൻ്റെ കാരണഭൂതൻ. അതിൻ്റെ ആ പദ്ധതി പ്ലാൻ ചെയ്തതും അത് നിവർത്തിക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് ദൈവം നമുക്ക് ചെയ്തു തരുന്നു. ഇതിനെക്കുറിച്ച് വീണ്ടും എബ്രായ ലേഖനകർത്താവ് അതിൻ്റെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. പുതിയ നിയമ വിശ്വാസികൾക്ക് ആ പഴയ നിയമ പ്രവാചകനിലൂടെ കൊടുത്ത വാഗ്ദത്തത്തെ തന്നെ ഒന്നുകൂടെ ഉറപ്പിച്ച് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. മറ്റാരും ഉപദേശിക്കുന്നവരായിട്ടല്ല, ദൈവത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും ഉപദേശിക്കപ്പെട്ടവരായി ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു പുതിയ ഹൃദയം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ വാഗ്ദത്തം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ചും തന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം, ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ തക്കവണ്ണം, ഒരു പുതിയ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം കാരണഭൂതനായി പദ്ധതികളെ ഒരുക്കിയിരിക്കുന്നു. ഈ വലിയ പദ്ധതിയിൽ നമുക്കും പങ്കുചേരാം. അങ്ങനെ പങ്കുചേർന്നിട്ടുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഈ കൃപയിലേക്ക് കടന്നു വരാത്തവർ ദൈവസാന്നിധ്യവും ദൈവകൃപയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും അനുഭവിക്കേണ്ടതിനായി ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു.